വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOSന്റെ സെക്കൻഡറി ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്ന സബ്ജക്റ്റാണ് ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അതിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. അഥവാ ഈ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ ലെറ്റർസ് എഴുതാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കാറുണ്ട്, നമ്മൾ അതുകൊണ്ട് ഒരുപാട് ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്, നമ്മൾ ഗ്രാഫുകൾ വരക്കാറുണ്ട്. ഇപ്പോഴത്തെ കാര്യം നമ്മൾ പേപ്പറിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, അതായത് ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡിജിറ്റലൈസ് ചെയ്യാണ്, നമ്മളൊരു ഡിജിറ്റൽ ഡിവൈസസിന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിജിറ്റൽ ഡിവൈസസിൻ്റെ കൂടെ നമ്മളൊരു ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മറ്റു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണെന്ത്, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച്. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് വേർഡ്, അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഡിജിറ്റലി ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസറെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അഥവാ വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് എഡിറ്റിംഗ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളായിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ തയ്യാറാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള മെയിൽ മെർജ്, അതുപോലെ തന്നെ മറ്റ് ഫോർമാറ്റിംഗ് പോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓർഡർ വൈസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം. സോ ഫസ്റ്റ് തന്നെ ഇതിൽ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ട്. സോ മൈക്രോസോഫ്റ്റ് വേർഡ് ഇസ് എ പവർഫുൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് അലൗസ് യൂസർ ടു ക്രിയേറ്റ്, എഡിറ്റ് ആൻഡ് ഫോർമാറ്റ് ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെന്റ്. അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്, ഒരു പവർഫുൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് എന്ത് അലോ ചെയ്യുന്നുണ്ട്, നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യാനും, ഫോർമാറ്റ് ചെയ്യാനും, എഡിറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബേസ്ഡ് ഡോക്യുമെന്റ്സ് കേട്ടോ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് പ്രൊഡക്ടിവിറ്റി ആപ്ലിക്കേഷൻ. അത് മൈക്രോസോഫ്റ്റ് സ്യൂട്ടിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നത്, മൈക്രോസോഫ്റ്റ് സ്യൂട്ടിന്റെ ഉള്ളിൽ വരുന്നത്. അതായത് മൈക്രോസോഫ്റ്റ് സ്യൂട്ടിൽ ഒരുപാട് മറ്റു സോഫ്റ്റ്വെയർസ് അടങ്ങിയിട്ടുണ്ട്, അതിലൊരു സോഫ്റ്റ്വെയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിന് ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് അത് ടെക്സ്റ്റിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കതിൽ ഇമേജസ് കൊണ്ടുവരാം, വീഡിയോസ് കൊണ്ടുവരാം, ചാർട്ട്സ് കൊണ്ടുവരാം, ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ് യൂസർ ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. അഥവാ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് അതിനുള്ളത്. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു മുകളിൽ അതിൻ്റെ ടാസ്ക് ബാറുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കാണാം. അതായത് ഒരുപാട് ഹോം, അതുപോലെ തന്നെ വ്യൂ, ഡിസൈൻ പോലത്തെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നമുക്കതിൽ കാണാം. നമ്മൾ ആ ഒരു മോഡൽ, അതായത് അതിൽ ഹോം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ അതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സംവിധാനത്തിന് നമ്മൾ റിബൺ എന്നാണ് പറയുന്നത്. അഥവാ ഒരു റിബൺ മോഡലാണ് എന്തുള്ളത്, ഇതിൻ്റെ ടാസ്ക് ബാറുകൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ടാസ്ക് ബാറുകൾ നമുക്ക് ഉള്ളത് ഒരു യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ദ യൂസർ ഇന്റർഫേസ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് designed to be intuitive and user friendly with a variety of tools and features accessible through a clean and organized layout. അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ഓരോരോ ഫംഗ്ഷൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു യൂസർ ഇന്റർഫേസ് ഒക്കെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ കോംപ്രഹെൻസീവ് ഫംഗ്ഷനാലിറ്റി ആണ്. And Word offers a wide range of features including advanced formatting options, spell checking, document templates, അതുപോലെ തന്നെ collaborating tools, etc. അതായത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അത്രത്തോളം ഫംഗ്ഷൻസ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് ഫംഗ്ഷൻസുകളും, അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് പോലെ ഡോക്യുമെന്റ് ടെംപ്ലേറ്റുകൾ, അതുപോലെ തന്നെ കൊളാബറേഷൻ ടൂൾസ്,
സ്പെൽ ചെക്കിങ് പോലത്തെ ഒരുപാട് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ഫോർമാറ്റിംഗ് ടൂളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ പറയുന്നത് കീ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മളിത് പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് അഡ്വാൻസ്ഡ് ഫോർമാറ്റിംഗ് ആണ്. അഡ്വാൻസ്ഡ് ഫോർമാറ്റിംഗ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് വേർഡ് ഓഫേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഇൻക്ലൂഡിംഗ് ഫോണ്ട്, ടെക്സ്റ്റ് സൈസസ്, സ്റ്റൈൽസ് ആൻഡ് അലൈൻമെന്റ് അലോ യു ടു ക്രിയേറ്റ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെന്റ്സ് വിത്ത് ഈസ്. അതായത് നമ്മളൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരേ, അതായത് ടെക്സ്റ്റിന്റെ വലിപ്പമായിക്കോട്ടെ എല്ലാം എന്തായാലും ഒരേ രൂപത്തിലാകാൻ എന്തെയില്ല, ഒരേ രൂപത്തിലാകാൻ പാടില്ല. അതെന്താ അതിൻ്റെ ആ ഒരു പ്രൊഫഷണൽ ലുക്കിനെ പൊതുവെ ബാധിക്കും അല്ലേ. അപ്പം നമുക്ക് ഓരോ ടെക്സ്റ്റുകൾ നമുക്ക് ഓരോ സൈസിൽ വേണ്ടി വരും. ചിലപ്പോൾ ഓരോന്ന് ബോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലത് നമുക്ക് അണ്ടർലൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എഡിറ്റിംഗ് ടൂൾസ് ആണ്. വേർഡ് പവർഫുൾ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് സച്ച് ആസ് സ്പെൽ ചെക്ക്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ട്രാക്ക് ചേഞ്ചസ്, മേക്ക് ഇറ്റ് ഈസിയർ ടു റിവ്യൂ ആൻഡ് റിഫൈൻ യുവർ വർക്ക്. ഇനിയിപ്പോൾ നമ്മൾ വർക്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ ഉപയോഗിക്കാം, റീപ്ലേസ്, അതുപോലെ തന്നെ സ്പെൽ ചെക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീംലെസ് കൊളാബറേഷൻ ആണ് വിത്ത് ബിൽറ്റ് ഇൻ ടൂൾസ് ഓഫ് കോ ഓതറിംഗ്, കമന്റിംഗ് ആൻഡ് ഷെയറിംഗ്, റിയൽ ടൈം കൊളാബറേഷൻ, ഫീഡ്ബാക്ക് ഓൺ ഡോക്യുമെന്റ്സ്. അതായത് റിയൽ ടൈം ഫീഡ്ബാക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് കസ്റ്റമൈസബിൾ ടെംപ്ലേറ്റ്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേർഡിന്റെ ടെംപ്ലേറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതിൽ നമ്മളൊരു ഈ ഒരു സെഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുതിയൊരു ഡോക്യുമെന്റ്, ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രാപ്പിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്, ഈസിലി സ്റ്റാർട്ട് എ ബ്ലാങ്ക് ഡോക്യുമെന്റ്, യൂസ് എ പ്രീ ഡിസൈൻ ടെംപ്ലേറ്റ്. ഒന്നിൽ പ്രീ ഡിസൈൻ ടെംപ്ലേറ്റ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശേഷം എന്ത് ചെയ്യാം, ഫോർമാറ്റിംഗ് ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെതായിട്ടുള്ള ടൂൾസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം പേജ് സെറ്റപ്പ് ആണ്. നമുക്ക് വേണ്ട സൈസിൽ വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്രിന്റ് ചെയ്തെടുക്കാനുള്ള സംവിധാനം കൂടി നമുക്ക് എന്തുണ്ട്, ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൽ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് എഡിറ്റിംഗ് ആൻഡ് മാനിപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ടെക്സ്റ്റ് ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതായത് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ മാർക്കപ്പ് ആൻഡ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഫോർമാറ്റ് പെയിന്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. നമ്മൾ നോർമലി അതിൻ്റെ ഒരു വീഡിയോ രൂപത്തിലാണ് കാണിക്കാറുള്ളത്. ഓക്കെ, നമ്മുടെ ഫുൾ ക്ലാസ്സസിൽ നമ്മൾ ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർമാറ്റ് പെയിന്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാകും. ആ സ്റ്റൈലിലെ സെയിം കോപ്പി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഫോർമാറ്റ് പെയിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഓക്കെ, പിന്നെ കൊളാബറേറ്റിംഗ് ആൻഡ് ഷെയറിംഗ്. ഇതിൽ പറയുന്നത് നമുക്ക് വേർഡിലെ ഒരു ഡോക്യുമെന്റിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു കൊളാബറേറ്റ് ഓൺ ദ സെയിം ഡോക്യുമെന്റ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒരു വേർഡിൽ അതിൻ്റെ വർക്കുകൾ ചെയ്യാം. അതെന്ത് ചെയ്യും, വർക്കിൻ്റെ കണ്ടിന്യൂറ്റിയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ ഒരു സംവിധാനം കൂടി അതിൽ നിന്ന് ലഭിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഷെയറിംഗ് ആൻഡ് കമന്റിംഗ്, അതുപോലെ തന്നെ ക്ലൗഡ് ഇൻറ്റഗ്രേഷൻ. ക്ലൗഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ക്ലൗഡ് സ്റ്റോറേജ് ഡിവൈസസ് ആണ്, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള പറയുന്നു. നെക്സ്റ്റ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ടേബിൾസ്, ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം. അതായത് നമുക്കറിയാം, ഡാറ്റകൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് എന്ത്, ഇതുപോലത്തെ ചാർട്ടുകളും അതുപോലെ തന്നെ ഗ്രാഫുകളും ടേബിളുകളും ഒക്കെ. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്ത്, നമുക്ക് വേർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിലെ ഡാറ്റകൾ ഉപയോഗിച്ച് നമുക്ക് ഇനി ഓരോ ചാർട്ടുകൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ചാർട്ടുകൾക്ക് അനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് allows you to easily create and format table, charts and graphs to visualize data and information. ഓക്കെ, അതുപോലെ തന്നെ ടാബിൾ ക്യാൻ ബി യൂസ് ടു ഓർഗനൈസ് കണ്ടന്റ് ഇൻ റോ ആൻഡ് കോളം. അതുപോലെ നമുക്ക് ഇപ്പോൾ കുട്ടികളുടെ മാർക്കുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഷയങ്ങളുടെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഒക്കെ നമുക്ക് ടാബിൾ രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഓർഗനൈസ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോസോഫ്റ്റ് വേർഡിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് സ്റ്റൈൽസ് ആൻഡ് ടെംപ്ലേറ്റ്സ് ആണ്. സ്റ്റൈൽസ് ആൻഡ് ടെംപ്ലേറ്റ്സ് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോണ്ടിൻ്റെ സ്റ്റൈലുകളായിക്കോട്ടെ, അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫോണ്ട് സ്റ്റൈൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വേർഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടെംപ്ലേറ്റുകൾ ആയിക്കോട്ടെ, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകളും ബിൽറ്റ് ഇൻ ടെംപ്ലേറ്റുകളൊക്കെ എന്താണ് നമുക്ക് വേർഡിൽ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേർഡിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് മെയിൽ മെർജ് എന്ന് പറയുന്ന ഒരു സംവിധാനം, മെയിൽ മെർജ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്.
മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം, അതായത് ആ ഒരു സെയിം ഡോക്യുമെന്റ്, അതായത് എത്ര ആളുകളായിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം നമുക്ക് അവർക്ക് ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ നമുക്ക് അയക്കാൻ പറ്റുന്ന സംവിധാനത്തെയാണ് നമ്മൾ മെയിൽ മെർജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലാർജ് amount ഓഫ് പീപ്പിൾസിന് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഡോക്യുമെന്റ് നമ്മൾ ഒരേ സമയം അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു ഫീച്ചറാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ അയക്കാമെന്ന് വിചാരിക്കുക. കാരണം അതിന്റെ കണ്ടന്റ് സെയിം ആയിരിക്കും, നമുക്ക് അഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമുക്ക് എന്താ അഡ്രസ്സിന്റെ ഒരു ഡാറ്റാബേസ് തയ്യാറാക്കിയിട്ട് അത് നമുക്ക് വേർഡിലോട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, മെർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എത്ര അഡ്രസ് ആണുള്ളത് അത്ര ലെറ്റേഴ്സ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് ചെയ്യുന്നത് മെയിൽ മെർജ് എന്ന് പറയുന്ന അതിന്റെ ഒരു ഫീച്ചർ വെച്ചിട്ടാണ്. അപ്പൊ ആ ഒരു ഫീച്ചർ നമുക്ക് എന്താണ് വേർഡിൽ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ഭാഗം കൂടി എന്താണ് നമുക്ക് ഈ ഒരു വേർഡിൽ ആ ഒരു ഫീച്ചറും കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള സംവിധാനം കൂടിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ തിയറി ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ക്ലാസ്സസ് തന്നെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള എല്ലാ വർക്കുകളും ഒക്കെ ചെയ്തു പോകുന്ന ഒരു ക്ലാസ്സസ് നമുക്ക് നമ്മുടെ അക്കാഡമിയുടെ ആപ്പിൽ ലഭ്യമാണ്. നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ നമുക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നാഷണൽ അക്കാഡമിയുടെ ടീമുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം എന്ന് പറയുന്നത്, ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന്റെ തിയറി പേപ്പറും അതുപോലെ തന്നെ പ്രാക്ടിക്കലിനും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. പ്രാക്ടിക്കലിന് നിർബന്ധമായിട്ടും, അതായത് എന്തായാലും ഒരു വിദ്യാർത്ഥിക്ക് എന്നുണ്ടായിരിക്കും ഇതിൽ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് ഒരു പ്രാക്ടിക്കലിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ആക്ടിവിറ്റി രൂപത്തിലാണ് ചെയ്യാനുണ്ടായിരിക്കുക. ആക്ടിവിറ്റി, അതായത് നമുക്ക് ഓരോ ഘട്ടമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ PDF-കളും അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ അടങ്ങിയിട്ടുള്ള ക്ലാസ്സൊക്കെ നമുക്ക് എന്താണ് കംപ്ലീറ്റ് പാക്കേജ് നമുക്ക് നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ടീമുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.